നമസ്കാരം. കേരളത്തിൽ CPMൻ്റെ ഉരുക്കുകോട്ട എന്നാണ് കണ്ണൂർ ജില്ല അറിയപ്പെടുന്നത്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ കുത്തക മണ്ഡലങ്ങൾ ധാരാളമായി അവിടെയുണ്ട്. അവിടങ്ങളിൽ ആര് പോയി CPMൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നാലും ജയിക്കും എന്നുള്ളൊരവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ കോൺഗ്രസ് നേതാവ് K സുധാകരനെ വലിയ തോതിലുള്ള ലീഡ് നേടിയത് പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിച്ചിരുന്നു. കണ്ണൂരിൽ പാർട്ടിയുടെ പിടി അയുകയാണോ എന്നുള്ള ഒരു സംശയവും പാർട്ടി അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ഇപ്പോഴും വളരെ വ്യാപകമാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉയരുന്നത്. വലിയ തോതിലുള്ള രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് കണ്ണൂരിലുണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിന് കാരണങ്ങൾ പലതാണ്. പാർട്ടിയിലെ ജനകീയ മുഖമായ KK ശൈലജ ടീച്ചറിന് ഇക്കുറി സീറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ കണ്ണൂരിലെ 3 ജയരാജന്മാരെയും വെട്ടിനിരത്താനാണ് പാർട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 ജയരാജന്മാർ, P ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ, ഇവർ 3 പേരും കണ്ണൂർ രാഷ്ട്രീയത്തിലെ CPMലെ ഏറ്റവും ശക്തരായ 3 നേതാക്കളാണ്. എന്നാൽ ഒരു വശത്തുനിന്ന് P ജയരാജനെയും മറുവശത്തുനിന്ന് EP ജയരാജനെയും ഏതാണ്ട് പാർട്ടി നേതൃത്വം വെട്ടിനിരപ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ MV ജയരാജനും ഇപ്പോൾ അത്ര അർഹമായ ഒരു സ്ഥാനം പാർട്ടിയിലില്ല എന്ന് തന്നെ വേണം കരുതാൻ. നേരത്തെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു MV ജയരാജൻ. P ജയരാജൻ അതുപോലെ EP ജയരാജനൊക്കെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളൊരാശങ്കയുള്ളവർ കൂടിയായിരുന്നു. ഏതായാലും ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയിലെ ഒരുപാട് ഉൾപ്പോരുകളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗം ഈ 3 ജയരാജന്മാരെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുക എന്നുള്ളതാണെന്നാണ് പാർട്ടിയുടെ ഒരു തീരുമാനം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇക്കുറി സീറ്റ് കാണുകയില്ല. മാത്രമല്ല, കണ്ണൂരിൽ നിന്നുള്ള ഒരുപക്ഷെ ഏറ്റവും ജനകീയ നേതാക്കളൊരാളായ KK ശൈലജ ടീച്ചറിന് ഇക്കുറി സീറ്റ് ലഭിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ സീറ്റിൽ VK സനോജിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റു ചില സ്ഥാപിത താല്പര്യങ്ങളും ഗോവിന്ദൻ മാഷിനുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഭാര്യ PK ഇന്ദിര, നേരത്തെ അവർ മുനിസിപ്പൽ ചെയർപേഴ്സണൊക്കെ ആയിരുന്ന ആളാണ്. ഇക്കുറി അവരെ മത്സരിപ്പിക്കാനും ജയിച്ചു വരികയും ഭരണം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ മന്ത്രിയാക്കാനുമാണ് ഇത്തരത്തിലുള്ള വെട്ടിനിരത്തൽ അവിടെ വ്യാപകമായി നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂരിൽ ഇപ്പോൾ കണ്ണൂരിലെ തളിപ്പറമ്പ് പോലെയുള്ള ഒരു ഉറപ്പുള്ള സീറ്റിൽ നിർത്തി വിജയിപ്പിച്ച് കൊണ്ടുവന്നാൽ ആ മന്ത്രി സ്ഥാനത്തിനായി മറ്റുള്ളവർ ആരും തന്നെ അവകാശവാദം ഉന്നയിക്കാത്ത രീതിയിൽ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെല്ലാം വെട്ടിനിരപ്പാക്കിയാൽ പിന്നെ പുതുമുഖങ്ങൾ മാത്രമായിരിക്കും അവശേഷിക്കുക എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗോവിന്ദൻ മാഷി നീക്കം നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പേര് MV നികേഷ് കുമാറിന് സീറ്റില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടർ ചാനൽ കൊടുത്തതിന് ശേഷം പിന്നീട് CPM രാഷ്ട്രീയത്തിൽ സജീവമായി മാറിയ MV നികേഷ് കുമാറിനെയാണ് CPMൻ്റെ സൈബർ ചുമതല ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അവിടെയും താനൊരു വൻ പരാജയമാണ് എന്ന് MV നികേഷ് കുമാർ തെളിയിക്കുകയായിരുന്നു. ചെന്ന് ഇടപെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ CPMന് വലിയ തോതിലുള്ള തിരിച്ചടിയും നാണക്കേടുമാണ് MV നികേഷ് കുമാർ ഉണ്ടാക്കിയെന്നുള്ള അഭിപ്രായമാണ് വ്യാപകമായി പാർട്ടിയിലുള്ളത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കിണറ്റിലിറങ്ങി പാർട്ടിയെ നാണം കെടുത്തുകയും അങ്ങനെയും പാർട്ടിക്ക് ഒരുപാട് അവമതിപ്പുണ്ടാക്കാനും നികേഷ് കാരണക്കാരനായി എന്നും നിലവിൽ സൈബർ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നികേഷിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി പോലും നികേഷിൻ്റെ പ്രവർത്തനത്തിൽ അതൃപ്തനാണ് എന്നാണ് പറയപ്പെടുന്നത്. നികേഷിനോടൊപ്പം ഉണ്ടായിരുന്ന പാർട്ടി സൈബർ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സീനിയർ മാധ്യമപ്രവർത്തകർ രാജിവെച്ച് ഒഴിഞ്ഞത് ഒടുവിൽ പാർട്ടി ഇടപെട്ട് അവർ തീരുമാനം ഉണ്ടായില്ല എന്ന് അറിയിച്ചതുമൊക്കെ തന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഏതായാലും നികേഷ് കുമാറിന് ഇത്തവണ സീറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ഏതായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ മത്സരിക്കാനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിമാർ മത്സരിക്കാറില്ല എന്നുള്ളതാണ് CPMലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ അകാല നിര്യാണത്തെ തുടർന്നാണ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ ആ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറിയായി മാറിയത്. തൻ്റെ മണ്ഡലത്തിൽ തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമളയെ തന്നെ മത്സരിപ്പിക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ ഭരണം കിട്ടുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്വപ്നം മാത്രമായി മാറുന്നു എന്നാണ് കണ്ണൂരിലെ പോലും പാർട്ടി അണികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും സംഭവിക്കുന്നത് പോലെ തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ 40,000-നും 50,000-നും ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക പലപ്പോഴും അവിടെ ഉയരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ CPM നേതാക്കൾക്കിടയിൽ പണ്ട് എന്നത്തെക്കാളും രൂക്ഷമായ രീതിയിൽ അഭിപ്രായ ഭിന്നതകൾ ഉയരുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കണ്ണൂരിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ വീണ്ടും ധർമ്മടത്തു നിന്ന് തന്നെ മത്സരിക്കാനാണ് സാധ്യത. എങ്കിലും മറ്റ് പ്രധാനപ്പെട്ട പല നേതാക്കളും ഇക്കുറി മത്സരിക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും തങ്ങളുടെ കുത്തക ജില്ലയായ തങ്ങളുടെ
അധീശത്വത്തിൽ കഴിയുന്ന ജില്ലയായ കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ വെട്ടി ഒതുക്കുന്നതിലൂടെ തൻ്റെ ഭാവി രാഷ്ട്രീയം ഒന്ന് സ്ഥിരപ്പെടുത്താനായിരിക്കുമോ ഒരുപക്ഷേ എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നതെന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും. ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എല്ലാ പിന്തുണയുമുണ്ടോ എന്നും പലരും സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, പയ്യന്നൂരിൽ ആരോപണ വിധേയനായ ടി ഐ മധുസൂദനനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മധുസൂദനും ഗോവിന്ദൻ മാഷിൻ്റെ വളരെ വിശ്വസ്തനായ ഒരാളാണ്. മധുസൂദനെതിരെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ പാർട്ടി അണികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും പാർട്ടി ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. ഏതായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്.